നമസ്കാരം. പ്രധാന വാർത്തകൾ. മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്വാസ തടസ്സത്തെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശ്രീ ഗംഗാറാം ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ഇന്നലെ രാത്രിയിലാണ് സംഭവം. ദില്ലിയിലെ തണുപ്പും വായുമലിനീകരണവും ശ്വാസതടസ്സത്തിന് ഇടയാക്കിയെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നിലവിൽ സോണിയാഗാന്ധിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും ഡോക്ടർമാർ അറിയിച്ചു. ആശങ്കാജനകമായ സാഹചര്യമില്ലെന്നും 2 ദിവസത്തിനകം ആശുപത്രി വിടുമെന്നും അധികൃതർ പറഞ്ഞു. ബിജെപിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജീവമാക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഞായറാഴ്ച തിരുവനന്തപുരത്തെത്തും. സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ ചർച്ചയാകും. പ്രാഥമികമായ ആലോചന കോർ കമ്മിറ്റി യോഗത്തിൽ നടത്തിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ചവരുടെ സമ്മേളനത്തിലും അമിത്ഷാ പങ്കെടുക്കും. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ തുടങ്ങി പ്രധാന നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കാനാണ് ആലോചന. പാലക്കാട് ജില്ലാ RTO എൻഫോഴ്സ്മെന്റ് ഓഫീസറെ ഫ്യൂസ് ഊരി KSEB. നവംബർ ഡിസംബർ മാസങ്ങളിലെ വൈദ്യുതി ബിൽ തുക കുടിശ്ശികയായതോടെയാണ് KSEBയുടെ നടപടി. 55,000-ഓളം രൂപ കുടിശ്ശികയാവുകയായിരുന്നു. ജനുവരി 2-നാണ് KSEB ഉദ്യോഗസ്ഥർ RTO എൻഫോഴ്സ്മെന്റ് ഓഫീസിലെ ഫ്യൂസ് ഊരിയത്. ഇതോടെ AI ക്യാമറ വഴിയുള്ള ഗതാഗത നിയമലംഘനത്തിന് ചെല്ലാനുകൾ പുറപ്പെടുവിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഉദ്യോഗസ്ഥർ. നടി സ്നേഹ ശ്രീകുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി കലാമണ്ഡലം സത്യഭാമ രംഗത്ത്. മുമ്പ് നർത്തകനും നടൻ കലാഭവമണിയുടെ സഹോദരനുമായ RLV രാമകൃഷ്ണനുമായി ബന്ധപ്പെട്ട് സത്യഭാമ നടത്തിയ വിവാദ പരാമർശങ്ങളിൽ സ്നേഹ പ്രതികരിച്ചിരുന്നു. RLV രാമകൃഷ്ണനെ പിന്തുണച്ചും സത്യഭാമയെ വിമർശിച്ചുമായിരുന്നു സ്നേഹയുടെ പ്രതികരണം. ഇതിനുള്ള മറുപടിയായാണ് സത്യഭാമയുടെ പുതിയ ഫേസ്ബുക്ക് വീഡിയോ. വ്യക്തിപരമായ അധിക്ഷേപവും ബോഡി ഷേവിംഗും ഉൾപ്പെടെ നടത്തിയാണ് സ്നേഹയ്ക്കെതിരെ സത്യഭാമ പ്രതികരിച്ചിരിക്കുന്നത്. ഇതിനെതിരെയുള്ള വിമർശനങ്ങളും ശക്തമാണ്. പാലക്കാട് കല്ലടിക്കോട് വീടിനകത്ത് മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വീട്ടുടമയായ അലീമയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. 73 വയസ്സായിരുന്നു. ഒറ്റയ്ക്കാണ് ഇവർ താമസിച്ചിരുന്നത്. വീടിന്റെ വാതിൽ തുറന്ന നിലയിലാണ് കാണപ്പെട്ടത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. കിടപ്പുമുറിയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇവരെ 2 ദിവസമായി കാണാനില്ലായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടത്. വിവരമറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തി പരിശോധന തുടങ്ങി.